ഇതാണ് ദിൽ ലീവ്സ് അഥവാ ദിൽ വീഡ് എന്ന് പറയും. ഇത് സെലറി ഫാമിലിയിൽ പെടുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നേറ്റീവായിട്ട് പറയുന്നത് നോർത്ത് ആഫ്രിക്ക, ഇറാൻ, മെഡിറ്ററേനിയൻ കൺട്രീസൊക്കെയാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് ആയിട്ട് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും യൂറോപ്യൻ ആൻഡ് ഏഷ്യൻ കുസീനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് കൂടുതലും സാൽമൺ ഫിഷിലും സീ ഫുഡ് ഫിഷുകളിലും ഒക്കെയാണ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റൂ, സൂപ്പ്, പിന്നെ യോഗട്ട് ബേസ്ഡ് ആയിട്ടുള്ള സോസുകളിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ആരോമാറ്റിക് ഫ്ലേവറാണ് ഇത് തരുന്നത് കേട്ടോ. ഇത് പിന്നെ ഇതിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് ഒരു തരം ഫെദർ പോലെയാണ്, ഒരു ഫെദറി പോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ നമുക്ക് ഒന്നും കളയാനില്ല. അതിൻ്റെ തണ്ടും ഇലയും സീഡും എല്ലാം നമുക്ക് ഉപയോഗമാണ്. സീഡൊക്കെ നോർത്ത് സൈഡിലൊക്കെ പിക്കിള് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ചെറിയൊരു സ്പൈസി പോലെയാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ സീഡ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പൂ എന്ന് പറയുന്നത് കാണാൻ ഭയങ്കര മനോഹരമാണ് കേട്ടോ. അതിൻ്റെ പൂ ഇങ്ങനെ ഒരു പൂത്തിരി പോലെയാണ് ഇതിൻ്റെ പൂ കാണാൻ, അത്രയ്ക്ക് ഭംഗിയുമാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇവിടെ തണുപ്പ് തുടങ്ങിയത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ലീവ്സ് എല്ലാം എടുത്ത് കട്ട് ചെയ്ത് സൂക്ഷിക്കുകയാണ്. കണ്ടോ, ഇതിൻ്റെ പൂ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവും, ഉണങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ സീഡ് നമുക്ക് എടുക്കാം. പിന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ ലീവ്സ് എല്ലാം ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. എന്തിനെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യാനാണ്. ഇത് നമുക്ക് ഒന്നുകിൽ നമുക്ക് ഡ്രൈ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നർ ഇട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം. അപ്പോൾ അത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. പിന്നെ അതുമാത്രമല്ല, ഇത് ഹൈ ഇൻ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയുടെയും ഒക്കെ കണ്ടന്റ് അടങ്ങിയിരിക്കുകയാണ്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിനും അതേപോലെ ഡൈജഷൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ ഒന്നാം തരമാണ്. അതേപോലെ ഇൻഫ്ലമേഷൻ, ശരീരത്തിലുണ്ടാകുന്ന നീര് കെട്ടുകൾ ഇല്ലാതാക്കുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇത് മെഡിസിന്, ആയുർവേദ മെഡിസിനിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ദിൽ എന്ന് പറയുന്നത്. നല്ലൊരു ഹേർബും സ്പൈസും കൂടെയാണ് ഇത്. അപ്പം ഞാൻ ഇതിനെല്ലാം വാഷ് ചെയ്ത് വെച്ചിട്ട് ഒരു കണ്ടെയ്നറിലാക്കി ഞാൻ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഇത് ഞാൻ നട്ട് വളർത്തിയതല്ല, ഇത് കഴിഞ്ഞ വർഷത്തെ സീഡ് വീണ് ഇപ്രാവശ്യം വളർന്നു വന്നതാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം നമ്മൾ നട്ടാൽ മതി, എല്ലാ പ്രാവശ്യവും അത് പിന്നെ വരും, എല്ലാ വർഷവും കയറി വരും അത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് ഒന്ന് നോക്കൂ.